നമസ്കാരം. ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറും അത് പാകിസ്ഥാനിൽ സൃഷ്ടിക്കുന്ന ആശങ്കകളും ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ 27-ന് ദില്ലിയിൽ വെച്ച് ഒപ്പുവെച്ച ഈ കരാർ ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടപാടുകളിൽ ഒന്നായാണ് വിശേഷിക്കപ്പെടുന്നത്. ലോക ജനസംഖ്യയുടെ 4/1 ആഗോള മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 25% പ്രതിനിധീകരിക്കുന്ന 2 വമ്പൻ സാമ്പത്തിക ശക്തികൾ കൈകോർക്കുമ്പോൾ അത് ദക്ഷിണേഷ്യൻ മേഖലയിലെ നിലവിലുള്ള പല വ്യാപാര സമവാക്യങ്ങളെയും മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഈ കരാർ പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ഭയമാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യയേക്കാൾ വലിയ മത്സരക്ഷമത പാകിസ്ഥാന് ലഭിച്ചിരുന്നത് യൂറോപ്യൻ യൂണിയൻ നൽകിയിരുന്ന GPS+ പദവിയിലൂടെയാണ്. ഈ പദവി വഴി പാകിസ്ഥാൻ്റെ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ 66% യാതൊരുവിധ നികുതിയുമില്ലാതെ യൂറോപ്പിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിരുന്നു. ഇതിൽ പ്രധാനം പാകിസ്ഥാൻ വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങളും വസ്ത്രങ്ങളുമാണ്. ഇതേസമയം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് യൂറോപ്യൻ വിപണിയിൽ 9 മുതൽ 12% വരെ ഉയർന്ന ഇറക്കുമതി നികുതി നൽകേണ്ടി വന്നിരുന്നു. ഈ നികുതി ഭാരം മറികടന്നും ഇന്ത്യ പാകിസ്ഥാനോട് ശക്തമായി മത്സരിച്ചിരുന്നു. എങ്കിലും പാകിസ്ഥാന് ലഭിച്ചിരുന്ന വിലക്കുറവ് അവർക്ക് വലിയൊരു മുൻതൂക്കം നൽകി. എന്നാൽ പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇന്ത്യക്കും നികുതിയില്ലാത്ത പ്രവേശനം ലഭിക്കുന്നതോടെ പാകിസ്ഥാന് ലഭിച്ചിരുന്ന ഈ ഏകപക്ഷീയമായ ആനുകൂല്യം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ വലിയ പങ്ക് വഹിക്കുന്ന തുണിത്തര കയറ്റുമതി മേഖലയിലാണ് ഈ കരാർ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. ഏകദേശം $6.2 ബില്യൺ തുണിത്തരങ്ങളാണ് പാകിസ്ഥാൻ യൂറോപ്പിലേക്ക് അയക്കുന്നത്. പുതിയ കരാറിലൂടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കപ്പെടുന്നതിലൂടെ ഇന്ത്യ കൂടുതൽ കരുത്തോടെ വിപണി പിടിച്ചെടുക്കും. കൂടാതെ പാകിസ്ഥാന് നിലവിലുള്ള GSP+ പദവി അടുത്ത വർഷം ഡിസംബറോടെ അവസാനിക്കുകയാണ്. ഇത് പുതുക്കി ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കയറ്റുമതിക്ക് നികുതി നൽകേണ്ടി വരികയും അതേസമയം ഇന്ത്യക്ക് നികുതി ഇല്ലാത്ത പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഈ ഇരട്ടപ്രഹരം പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ഭീഷണിയായി മാറിയിരിക്കുന്നു. വിപണിയിൽ ഒരിക്കൽ നഷ്ടപ്പെടുന്ന സ്വാധീനം തിരിച്ചുപിടിക്കുക എന്നത് അസാധ്യമാണെന്ന് പാകിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ സാഹചര്യം പാകിസ്ഥാനിലെ തൊഴിൽ മേഖലയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ മുൻ വാണിജ്യമന്ത്രി ഡോക്ടർ ഗോഹർ ഇജാസ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് വിദേശ വിപണിയിലെ ഈ മാറ്റങ്ങൾ കാരണം പാകിസ്ഥാനിൽ ഏകദേശം 1 കോടിയോളം പേരുടെ തൊഴിൽ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ സർക്കാർ വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന ഉയർന്ന ഊർജ്ജ ചാർജുകളും നികുതികളും കുറയ്ക്കാതെ ആഗോള വിപണിയിൽ ഇന്ത്യയോട് മത്സരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ കയറ്റുമതിയിൽ 95% നികുതിരഹിതമാകുന്നതോടെ യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം തടയാനാവാത്ത വിധം വേഗത്തിലാകും. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ നടത്തി വരികയാണ് എങ്കിലും ഇന്ത്യയുമായുള്ള കരാർ പാകിസ്ഥാൻ്റെ കയറ്റുമതി മേഖലയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ നിന്നുള്ള ആഡംബര കാറുകളും വീഞ്ഞും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുവാനും ഈ കരാർ വഴിയൊഴുക്കും. ചുരുക്കത്തിൽ 2 പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ നേടിയെടുത്ത ഈ വ്യാപാര വിജയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം വർദ്ധിപ്പിക്കുമ്പോൾ പാകിസ്ഥാന് തങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ അടിമുടി പുനഃപരിശോധിക്കേണ്ട അവസ്ഥയാണ് സംജാതമാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.